കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. കുട്ടി ചെവനെവിടെ? അവനെ ഞാൻ കുറെ നേരം കൊണ്ട് വിളിക്കുക. അവിടെ എവിടെയെങ്കിലും കാണും, പോയി നോക്ക്. നിങ്ങൾ പിന്നെ അടിയിട്ടോ? ആ മരപ്പട്ടിക്ക് മൂത്ത പ്രാന്ത. അവനെ പോലൊരു ഭൂലോകം വേണ്ടത് ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. അതേ, ഞാൻ ലോകം വരവണ്ടന. അല്ലെങ്കിൽ പിന്നെ നിന്നെ പോലൊരു ജീവിത വിവരമുള്ള ആരെങ്കിലും പ്രേമിക്കൂ. ചീവിട്ട് നിന്റെ മറ്റവളാടാ മരത്തലയ. അതെ, എന്റെ മറ്റവൾ അനിയല്ലേ? നീ പട മരപ്പട്ടി. നീ പോടി കൊച്ചു ജീവിയുടെ. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? കണ്ണി കണ്ട അപ്പ അടിയ. ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയാ നിങ്ങൾ സെറ്റായേ? അല്ല, ഇങ്ങനെ പോയ രണ്ടും കെട്ട് കഴിഞ്ഞ് എങ്ങനെ ഒരുമിച്ച് ജീവിക്കും? അറിയാൻ പാടില്ലാത്തൊന്ന് ചോദിക്കുക. അതെ, ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കും, തെറി വിളിക്കും, അങ്ങനെ പലതും ചെയ്യും. അത് ചോദിക്കാൻ നീ ആരടാ കോഴിക്കുഞ്ഞ്? അതന്നെ, കുടുംബജീവിതം ആകുമ്പോഴേ ചട്ടിയും കലം പോലെ ചിലപ്പോൾ തട്ടിയും മുട്ടിനൊക്കെ ഇരിക്കും. എന്ന് കയറി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമോ? ഞങ്ങൾ അടിയിട്ടാലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്, അല്ലേ കുക്കീസേ? അതെ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ പൊട്ടനാ? സൊല്ലടാ, അപ്പൊ ഞാൻ പൊട്ടനാ? അത് ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ? മതി മതി, രണ്ടും കൂടെ എന്നെ ഡൂക്കിയത്. രവിനെ, നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ, പപ്പയും മമ്മിയും നാളെ എത്തും. ഹോബി മമ്മി എന്ത് പറഞ്ഞു? ഹോബി മമ്മി ഇന്ന് എത്തും. പിന്നെ സാറയുടെ മമ്മിയും പപ്പയും നാളെ എത്തും എന്ന് പറഞ്ഞു. അവളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ പറയുന്നേ? ഹോബി മമ്മി എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ഇന്ന് വരുന്ന കാര്യം. അതെ, ഇത് വലിയൊരു തമ്മിൽ സംസാരിച്ച് ഉറപ്പിക്കേണ്ട കാര്യമാണ്. അതിൽ കുഞ്ഞു കുട്ടികൾ ഇടപെടണ്ട. അയ്യടാ, എനിക്ക് വയസ്സ് 20ആയി. ഞാൻ അത്രയ്ക്ക് കുഞ്ഞൊന്നുമല്ല. വയസ്സ് 20 ഉണ്ടായിട്ടോ ശരീരം വളർന്നതോ കാര്യമില്ല. ബുദ്ധി എന്നൊരു സാധനമുണ്ട്, അത് നിനക്ക് ഇതുവരെ വളർന്നിട്ടില്ല. ബുദ്ധിയില്ലാതെ നിനക്കാണ് മരപ്പട്ടി. ഒന്ന് നിർത്തുവോ? ഇനി അടുത്തത് തുടങ്ങി. അല്ല, ഞാനെന്തിനാ നിന്റെയൊക്കെ കാര്യത്തിൽ ഇടപെടുന്നത്? ലാസ്റ്റ് ഞാൻ പൊട്ടനാവും. അതിന് നീ പൊട്ടന ആകാനൊന്നുമില്ല, ജന്മനാ പൊട്ടന. എക്സാക്ട്ലി. ഇങ്ങനെയാണ് ഞാൻ ഈ കളിക്കില്ല. പോ. മമ്മി, അയ്യോ എന്റെ കൊച്ചൊന്ന് വിട്, ശ്വാസം മുട്ടുന്നു. ഓ പിന്നെ, അല്ല എവിടെ എന്റെ സൽപുത്രനും കൂട്ടാളി? അകത്തുണ്ട്, കേറി വാ. മമ്മി, ഞാനിവിടെ ഉണ്ട്. അയ്യോടാ, എന്റെ പൊന്നാര മുടിയനായ പുത്രൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്തോടാ മമ്മി ഇത്? അല്ല പിന്നെ, വെറുതെ വായി നോക്കി ചൊറിയും കുത്തിയിരിക്കുന്നതിനെ എന്താ പിടിക്കണം? വെറുതെ ഇരിക്കുന്നത് തന്നെ ഹൈലി റിസ്ക് ഉള്ളൊരു പണിയാണ്. അങ്ങനെയുള്ള എന്നെ മമ്മി പുച്ഛിക്കരുത്. അയ്യോ, ആണ് ആണ്. അല്ല എന്താ എന്റെ പൊന്നുമോൻ നിന്റെ ജോബ് റിസൈൻ ചെയ്തോ? ഏത് ജോബ്? വായി നോട്ടവേ. മമ്മി, ആ മതി മതി. ജീനി എന്നെ വിളിച്ചായിരുന്നു. എത്രയും പെട്ടെന്ന് നിന്റെയും അവളുടെയും കെട്ട് നടത്തണം എന്നാ പറഞ്ഞത്. കൂടെ കുക്കിമോടെയും രവിന്റെയും നടത്താം. കുക്കിയുടെയോ? അതോടനെ വേണോ മമ്മി? അതെന്താടാ? എനിക്കാകെയുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ട് ശാന്തി സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടിട്ട് മമ്മിക്ക് സഹിക്കുന്നില്ലേ? ചിമ്മി, സോറി കുക്കി, എനിക്കെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വലുത്. ആരിത്? ജീനി, എത്ര നാളായി കണ്ടിട്ട്? ഹോബി, സുഖലേടി? ഓ സുഖം സുഖം. ചുണിച്ചായ വാ, അകത്തോട്ടിരിക്കാം. പിന്നെ ഹോബി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ നമുക്കെന്ത് വിശേഷം നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അതെ അതെ.
ആ ടെവിൻ മോൻ ഇവിടെ ഉണ്ടായിരുന്നു. വിൻസെന്റും ക്ലാരയും വന്നില്ലേ? ഇല്ല അങ്കിൾ, അവരിന്ന് വരുമെന്നാ പറഞ്ഞ്. അയ്യോ, ഞാൻ ചോദിക്കാൻ വിട്ടു. എൻ്റെ മോളെന്തിയേ? ഞാനിവിടെ ഉണ്ട് മമ്മി. മമ്മി, വിൻസെന്റ് പപ്പയും ക്ലാര മമ്മിയും വന്നു. ആരൊക്കെ ഇത്? വാ വാ, കയറിയിരിക്കേ. ഡോ, താൻ ആകെ ക്ഷീണിച്ചല്ലോ. ഒരുപാട് അങ്ങ് മെലിഞ്ഞുപോയി. ഓ, ജോലി തിരക്കല്ലേ ജൂണേ? ഇനിയിപ്പോ റെസ്റ്റ് എടുക്കാം. പിള്ളേരൊക്കെ വലുതായില്ലേ. ദാ എത്ര പെട്ടെന്ന് ഇപ്പോൾ അവരുടെ കല്യാണം വരെയായി. അതെ, എത്ര പെട്ടെന്നല്ലേ. ഹലോ. അപ്പോൾ എങ്ങനെയാ ജൂണേ, കലാപരിപാടി തുടങ്ങുമല്ലേ? പിന്നല്ല. ഡാ, നീ ഇതവിടെ പോവാ? കല്യാണമൊക്കെ അല്ലേ അളിയാ, ഒന്ന് സുന്ദരനായിട്ട് വരാം. ഓ ഓക്കെ ഓക്കെ, ശരി, പോയിട്ട് വാ. ടെവിൻ മോനെ, ടെവിനെ, എന്താ മമ്മി? നീ ചിമ്മിയെ കണ്ടായിരുന്നോ? വിളിച്ചിട്ടാണെങ്കിൽ ചെറുക്കാൻ ഫോൺ എടുക്കുന്നില്ല. ഓ, അവൻ പുറത്തു പോയതാ മമ്മി, ഇപ്പോൾ വരും. ഡായ്, ഞാൻ വന്നു ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ? കുറ്റം പറയരുതല്ലോ അളിയ, ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു. എന്റെ കർത്താവേ, ഇതെന്ത് ഈ ചെറുക്കൻ്റെ തലയിൽ മഴവില്ലോ? ഇതെൻ്റെ പുതിയ ഹെയർ സ്റ്റൈലാ മമ്മി, എങ്ങനെയുണ്ട്? സ്റ്റൈലോ? ആ, ബെസ്റ്റ്. പോകുന്ന പാറപ്പാടത്തിൽ നെറ്റി നോക്കുന്ന പോലെ ഉണ്ട്. അയ്യോ, അതുമല്ല, കറക്റ്റ് ഗിരിരാജൻ കോഴി. ടെവിനെ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എവിടെ അളിയ? ഓ അതല്ല, അമ്മയമ്മയായിപ്പോയി. ഇല്ല, ഈ തള്ള ഞാനിന്ന് കൊന്നേനെ. എന്താ ജീനി, എന്താ അവിടെ ഒരു ബഹളം? ഈ ചായ, ഈ ചെക്കനെ കണ്ടോ? നമ്മുടെ വീട്ടിലെ ഗിരിരാജൻ കോഴി പോയില്ലേ? ഓ ടെവിനെ, ഒരു പന്നിപ്പടക്കം കിട്ടുമോ? അയ്യോ, അതെന്തിനാ? ഈ തള്ളയുടെ വായിട്ട് പൊട്ടിക്കാൻ. കോപ്പ്, മോളെ എൻ്റെ കല്യാണമായിപ്പോയി. ഇല്ലെങ്കിൽ ഈ തള്ളയെ കൊണ്ടിട്ട് ജയിലിൽ പോയി ബിരിയാണി തിന്നായിരുന്നു. ഓഹോ, ജയിലിൽ ഇപ്പോൾ ബിരിയാണിയൊക്കെ കിട്ടും? എന്താ, നിനക്കിപ്പോൾ പോയി ബിരിയാണി തിന്നണോ? ഏയ്, ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ. എന്തുവാ ചിമ്മി, എന്തുവാ നിങ്ങൾ പറയുന്നത്? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല മമ്മി. ഇന്ന് മമ്മി കണ്ട സുന്ദരിയാണെന്ന് പറയുമായിരുന്നു. അല്ലെങ്കിൽ നീ പറഞ്ഞിട്ട് വേണ്ട ഞാൻ സുന്ദരിയാണെന്ന്. ഓ ബെസ്റ്റ്, ഇവരെ നല്ലതും പറയാൻ പറ്റത്തില്ലേ? എടാ ചിമ്മി, ഇപ്പൊ അതൊക്കെ പറയടാ. ഓ, എത്രയും പെട്ടെന്ന് നാളെ ആയാൽ മതിയായിരുന്നു. There's a meeting in my